അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്ത് ഒരു യൂസറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എന്തൊക്കെ വെച്ചിട്ട് നെയിമും ഇമെയിലും വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത്. ഇനി നമുക്ക് വേണ്ടത് അത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ടാബിൾ ഫോർമാറ്റിലാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. ടാബിൾ ഫോർമാറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒരു ടാബിൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ഫോമിന്റെ തൊട്ടടിയിൽ എന്ത് ചെയ്യാം, ടാബിൾ ടാങ്കിനുള്ളിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ടാബിൾ റോ ക്രിയേറ്റ് ചെയ്യാം. ടാബിൾ റോനുള്ളിൽ ഫസ്റ്റ് TR-നുള്ളിൽ നമുക്ക് എന്തെങ്കിലും TH ആണ് യൂസ് ചെയ്യാം. ഹെഡിങ് TH എന്ത് ചെയ്യാം, സീരിയൽ നമ്പർ, അതുപോലെ തന്നെ രണ്ടെണ്ണം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നെയിം, അതുപോലെ ഇമെയിൽ, അതുപോലെ തന്നെ നമുക്ക് ത്രെഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അതിൽ എന്തുണ്ട്, ആക്ഷൻസ് ഉണ്ടാവും. ക്രിയേറ്റും ഡെലീറ്റും എഡിറ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, ഇവിടെ ആക്ഷൻസ്. ഓക്കെ, ഇനി അടുത്ത TR-നുള്ളിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ലിസ്റ്റ് ചെയ്യാനുള്ളത് കൊടുക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തൽക്കാലത്തേക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് യൂസേഴ്സ് കോൺസ്റ്റ് യൂസേഴ്സ് സെറ്റ് യൂസേഴ്സ് ഈക്വൽ ടു യൂസ് സ്റ്റേറ്റിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു അറേ ക്രിയേറ്റ് ചെയ്താൽ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇവിടെ വന്ന് നമുക്ക് ആ യൂസേഴ്സിനാണ് നമുക്ക് ഇവിടെ മാപ്പ് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു അറേൻ്റെ ഉള്ളിലെ എത്ര എണ്ണം ഉണ്ടോ അത്രയും സാധനങ്ങൾ നമുക്ക് ഈ ഒരു ടാബിളിൽ കാണിക്കണം. അതിനാണ് നമ്മൾ മാപ്പിംഗ് യൂസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ യൂസേഴ്സ് ഡോട്ട് മാപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യാം. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, മാപ്പ് ചെയ്യാനുള്ളത് കൊടുക്കാം. ഓക്കെ, ഇതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് അടുത്ത TR ഓപ്പൺ ചെയ്യാം. ഇതിന്റെ മാപ്പിനുള്ളിൽ രണ്ട് സാധനങ്ങൾ ഉണ്ടാവും. എന്തൊക്കെ, ഒന്ന് ഐറ്റംസും അതുപോലെ തന്നെ ഇൻഡെക്സും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കീ ഇൻഡെക്സ് ആയിട്ട് കൊടുക്കാം. അതപ്പോ എത്ര ഇൻഡെക്സ് ഉണ്ടോ അത്രയും TR-കൾ ക്രിയേറ്റ് ചെയ്യും. അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ടാബിൾ ഡാറ്റ TD-നുള്ളിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഐറ്റംസിൻ്റെ ഉള്ളത്തെ ഇമെയിൽ ഫസ്റ്റ് നെയിമാണ് നെയിം. ഓക്കെ, ഐറ്റംസിലെ നെയിം കൊടുത്ത് അതുപോലെ തന്നെ ഐറ്റംസിലെ ഇമെയിൽ കൊടുക്കാം. ഇമെയിൽ, അതുപോലെ തന്നെ അടുത്ത TD-നുള്ളിൽ നമുക്കിവിടെ ആക്ഷനാണ് വരുന്നത്. ആക്ഷൻസ് എന്തൊക്കെയാ വരുന്നത്, രണ്ട് ബട്ടണാണ് വരുന്നത്. അപ്പോൾ ബട്ടൺ, ഒരു ബട്ടണിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് എന്താ കൊടുക്കുക, എഡിറ്റ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ബട്ടണിൻ്റെ ഉള്ളിൽ ഡെലീറ്റ്. ഓക്കെ, അപ്പൊ എഡിറ്റും ഡെലീറ്റും കൊടുത്ത് അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റത്തെ എന്താ സീരിയൽ നമ്പർ ആയതുകൊണ്ട് തന്നെ TD കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഇൻഡെക്സ് കൊടുക്കാം. ഇൻഡെക്സ് എന്ന് വെച്ചാൽ 0 മുതലാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് 1 മുതൽ വേണമെങ്കിൽ ഇൻഡെക്സ് +1. ഓക്കെ, ഇപ്പോ ഇങ്ങനെ ഇവിടെ മാപ്പ് ചെയ്ത് വെച്ച് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ എത്ര യൂസേഴ്സ് ഉണ്ടോ അത്രയും നമുക്ക് എന്താവും, ഇവിടെ TR ഇങ്ങനെ ക്രിയേറ്റ് ആയി വരും. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ക്രിയേഷൻ നമ്മൾ ചെയ്തു. നമുക്ക് ഈ ഒരു പേജ് ലോഡ് ആകുന്ന സമയത്ത് ഡാറ്റാബേസിലുള്ള എല്ലാ യൂസേഴ്സിനെ എടുത്തുകൊണ്ടുപോകും. അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു API വിളിക്കാം. അപ്പോൾ ഈ ഒരു പേജ് ലോഡ് ആകുന്ന സമയത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂസ് എഫക്റ്റ്. നമ്മൾ റിയാക്ട് പഠിക്കുന്ന സമയത്ത് പഠിച്ചിരുന്നു യൂസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, യൂസ് എഫക്റ്റ് എന്ത് ചെയ്യാം, യൂസ് എഫക്റ്റിന്റെ ഉള്ളിൽ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഡിപ്പെൻഡൻസി ആധാരം ഉണ്ടാവും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കിട്ടേണ്ട വാല്യൂസ് എന്തൊക്കെ ബാക്ക് നിന്ന് കൊണ്ടുവരുന്ന ആക്സിയോസിന്റെ പോസ്റ്റ് API വിളിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിലാണ്.
ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആക്സിയോസ് ഡോട്ട് ഗെറ്റ് കിട്ടണം. എന്ത്, ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കൊടുക്കാം, 3001, ഇതിൽ 3001 ആഡ് യൂസറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഗെറ്റ് യൂസർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ബാക്ക് എൻഡ് പോയിട്ട് ഈ ഗെറ്റ് യൂസർ അവിടെ ഉണ്ടാക്കണം അല്ലെ. ഈ ഗെറ്റ് യൂസർ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് എൻഡിൽ ക്രിയേറ്റ് ചെയ്യാം. നേരെ സെർവറിനോട് ചേസ് എടുക്കുക, നമുക്ക് എന്ത് ചെയ്യാം, ആപ്പ് ഡോട്ട് ഗെറ്റ് ക്രിയേറ്റ് ചെയ്യാം. ആപ്പ് ഡോട്ട് ഗെറ്റ് ഉള്ളിൽ നമുക്ക് ഫസ്റ്റ് തന്നെ സ്ലാഷ് ഗെറ്റ് യൂസർ ആണല്ലോ ഫ്രണ്ട് എൻഡ് കൊടുത്ത്. അപ്പോൾ എന്നിട്ട് കോമ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ റിക്വസ്റ്റ് കോമ റെസ്പോൺസ്. ഓക്കെ, നമുക്ക് ആ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യണം, നമുക്ക് യൂസേഴ്സിനെ എടുത്തിട്ട് ഫ്രണ്ട് എൻഡിലേക്ക് പാസ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റ് യൂസേഴ്സ് ഈക്വൽ ടു await ചെയ്യിപ്പിക്കാം. നമുക്ക് await കൊടുക്കണമെങ്കിൽ ഇവിടെ അസിങ്ക് കൊടുക്കണം. അസിങ്ക് await യൂസർ ഡി ബിന്റെ ഉള്ളിലത്തെ ഡോട്ട് ഫൈൻഡ് എന്ന് വെച്ചാൽ എല്ലാ ഡാറ്റാസിനെയും എടുത്തിട്ട് എന്ത് ചെയ്യും, നേരെ യൂസേഴ്സിലേക്ക് വെച്ച്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, യൂസേഴ്സിനെ നമുക്ക് ഫ്രണ്ട് എൻഡിലേക്ക് അയക്കാം. റെസ്പോൺസ് ഡോട്ട് ജേസൺ ഉള്ളിൽ നമുക്ക് എന്ത് കൊടുക്കാം, യൂസേഴ്സ്. ഓക്കെ, യൂസേഴ്സ് എന്ന് പറഞ്ഞ പേരിൽ നമുക്ക് യൂസേഴ്സിനെ ഫ്രണ്ടിലേക്ക് പാസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നേരെ നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന് എടുക്കാം. നേരെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റ് റെസ്പോൺസ് എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് വരുന്ന റെസ്പോൺസ് എടുക്കാം. ആ റെസ്പോൺസിന്റെ ഡാറ്റന്റെ ഉള്ളിലെ യൂസേഴ്സിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. അന്നപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഇഫ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ സെറ്റ് യൂസേഴ്സിന്റെ ഉള്ളിലേക്ക് നമുക്ക് എന്തിനെ സെറ്റ് ചെയ്യാം, റെസ്പോൺസ് ഡോട്ട് ഡാറ്റ ഡോട്ട് യൂസേഴ്സ്. അപ്പോൾ അവിടുന്ന് വന്ന സെറ്റ് യൂസേഴ്സിനെ നമ്മൾ എന്ത് ചെയ്ത് നേരെ ഇവിടെ വിളിച്ച്. ഓക്കെ, ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് എക്സ്റ്റേണൽ മാനുവൽ. ട്രിഗർ ദ കാസ്കേഡിങ് റെൻഡേഴ്സ്. ഓക്കെ, അത് റെൻഡറിങ് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ എന്താവും, ഗെറ്റ് യൂസറിന് സാധനം എടുത്തിട്ട് നമുക്ക് ഇവിടെ പ്രിന്റ് ആവും. നേരെ നമ്മളെ വെബ്സൈറ്റിൽ ഒന്ന് പോയി നോക്കാം, ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം എന്താ വരുന്നത്. ഒന്നും വരുന്നില്ല. അപ്പോൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം എന്താ ഇഷ്യൂസ്. അപ്പോൾ ഇഷ്യൂസ് ഇങ്ങനെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് നേരെ നെറ്റ്വർക്ക് പോയി ഒന്നുകൂടി ഒന്ന് റീലോഡ് ചെയ്യാം. ചെയ്തിട്ട് പോയി നോക്കുന്ന സമയത്ത് ഗെറ്റ് യൂസേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്, യൂസേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, യൂസേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ tr cannot be a child of table, add tbody and th, cannot read the properties of undefined users. ഓക്കെ, നമുക്ക് ഇവിടെ യൂസേഴ്സിൽ എന്തോ ഒരു ഇഷ്യൂ ആണ്. എന്ത് ചെയ്യാം, നേരെ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മൊത്തത്തിൽ ഒരു ഫംഗ്ഷൻ ആക്കി വെക്കാം. ഓക്കെ, ഒരു ഫംഗ്ഷൻ ആക്കി വെക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ ഗെറ്റ് യൂസേഴ്സ്. ഓക്കെ, ഗെറ്റ് യൂസേഴ്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്ത് ഇത് നേരെ നമുക്ക് ഇതിനുള്ളിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത്. ഓക്കെ, ഗെറ്റ് യൂസേഴ്സ്
ഈസ് ഡിഫൈൻഡ് ബൈ ഓക്കെ നെവർ യൂസ്ഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇവിടെ താഴെ ഈ ഗെറ്റ് യൂസേഴ്സിനെ വിളിക്കാം. ഗെറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നമ്മൾ വിളിച്ച്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് പോയി നോക്കാം. ഒന്ന് റീലോഡ് ചെയ്തൊക്കെ നോക്കാം. റീലോഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നോക്കാം. ഇഷ്യൂസ് cannot read the properties of undefined get users. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അസിങ്ക് ഇവിടെ അസിങ്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, വെയിറ്റും കൊടുക്കാം. ഫംഗ്ഷൻ അസിങ്ക്. ഓക്കെ ഇവിടെ എന്ത് ചെയ്യാം, അസിങ്ക് ഫംഗ്ഷൻ കൊടുക്കുക. എന്നിട്ട് ആ വെയിറ്റ് കൊടുക്കുക. ഇതില് വെയിറ്റ് ചെയ്യാത്തോണ്ടാണ് അൺഡിഫൈൻഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കുന്ന സമയത്ത് എന്താ, ഇവിടെ എല്ലാ സാധനങ്ങളും ലിസ്റ്റ് ആയിട്ട് കാണുന്നുണ്ട് അല്ലേ. നമുക്ക് എന്തായി, ബാക്ക് എൻഡ് പോയി നേരെ ഇവിടുന്ന് എന്തായി, നേരെ യൂസ് എഫക്റ്റ് ഫസ്റ്റ് തന്നെ ലോഡ് ചെയ്യുന്ന സമയത്ത് നേരെ ഒരു API വിളിച്ച് ഗെറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞ API വിളിച്ച് അതിൽ സെർവറിൽ ആ ഗെറ്റ് യൂസേഴ്സിൽ നമുക്ക് എന്താ MongoDBന്ന് നമുക്ക് ഡാറ്റാസ് ഒക്കെ എടുത്തിട്ട് ഫ്രണ്ട് എൻഡിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത്. ഓക്കെ, ആ സെൻഡ് ചെയ്ത സാധനം നമ്മൾ നേരെ എന്തായി, നേരെ app.jsx-നുള്ളിൽ തന്നെ വന്നിട്ട് റെസ്പോൺസിലേക്ക് സ്റ്റോർ ആയി. റെസ്പോൺസിലേക്ക് വന്നു കഴിഞ്ഞാൽ റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ, സെറ്റ് യൂസേഴ്സ്, ഈ യൂസേഴ്സിലേക്ക് എന്താക്കി, ഈ ഡാറ്റയിലുള്ള യൂസേഴ്സ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന യൂസേഴ്സിനെ സെറ്റ് ചെയ്ത്. എന്നിട്ട് നേരെ ഇവിടെ വന്ന് നമ്മൾ ഇവിടെ മാപ്പ് ചെയ്ത് ആ യൂസേഴ്സ് ഡോട്ട് മാപ്പ് വെച്ച് അതിനെ മാപ്പ് ചെയ്തു. അപ്പോൾ എത്ര യൂസേഴ്സ് ഉണ്ടോ അത്രയും എന്താവും ഇവിടെ വരും. ഓക്കെ, ഇനി നമുക്ക് നേരെ ഒന്ന് പോയിട്ട് എന്തെങ്കിലും ജിഷ്ണു@gmail.com ജിഷ്ണു എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ യൂസർ ആഡഡ് വരും. എന്നിട്ട് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജിഷ്ണു@gmail.com ഇവിടെ വരുന്നുള്ളൂ. അപ്പോ നമുക്ക് എന്ത് ചെയ്യണം, ഈ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ആവാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ആവുന്ന സമയത്ത് ഈ ഒരു നമുക്കിപ്പം ഗെറ്റ് യൂസേഴ്സ് ഒന്നുകൂടി വിളിക്കണം എന്നാണെങ്കിൽ അത് ഇവിടെ ഡിപ്പെൻഡൻസി അറേനുള്ളിൽ കൊടുക്കാം. അന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു പുതിയൊരു സാധനം കോൺസ്റ്റ്, നമുക്കിപ്പോ നേരെ റെസ്പോൺസ് ഡോട്ട് ഡാറ്റ ഡോക്ക് ഓക്കെ ഓൺ സബ്മിന്റെ ഉള്ളിൽ ഓക്കെ നേരെ ഇവിടെ എന്ത് ചെയ്യാം, കോൺസ്റ്റ് ആഡ് കോമ സെറ്റ് ആഡ് ഓക്കെ ഈക്വൽ ടു യൂസ് സ്റ്റേറ്റിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് 0 എന്ന് കൊടുത്തിട്ടേക്കാം. നമുക്ക് ഓരോ പ്രാവശ്യ സമയത്തും ആഡ് ആവുന്ന സമയത്ത് ഇതെന്ത് ചെയ്യാം, ഒന്ന് കോൾ ചെയ്യാം. ഇവിടെ സെറ്റ് ആഡ് എന്ത് ചെയ്യാം, ആഡ് +1 അപ്പോൾ ഓരോ പ്രാവശ്യവും ആഡ് ഞെക്കിയിട്ട് ആഡ് ആവുന്ന സമയത്ത് ഇത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ആ സമയത്തൊക്കെ എന്താവണം, നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് ഗെറ്റ് യൂസേഴ്സിനെ ഒന്നുകൂടി കൊണ്ടുവരണം. എന്നപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക, ആഡ് എന്ന് കൊടുക്കാം. ഇനി ഒന്ന് പോയിട്ട് ഒന്നുകൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. admin@gmail.com admin വെറുതെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അടിച്ചിട്ട് ഓക്കെ ഞെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ admin എന്ന സാധനം ഇവിടെ വന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഡിലീറ്റ് ചെയ്യുന്നത് പഠിക്കാം, അതിനടുത്ത വീഡിയോയിൽ എഡിറ്റ് ചെയ്യുന്നത് പഠിക്കാം. ഓക്കെ, എന്നിട്ട് ഈ UI നമുക്ക് സെറ്റ് ചെയ്യാം. UIയിൽ കുറെ ചേഞ്ചസ് വരുന്നത് നമുക്ക് ChatGPT അല്ലെങ്കിൽ ഏതെങ്കിലും AI ടൂൾസ് വെച്ചിട്ട് UI സെറ്റ് ആക്കി എടുക്കാം. ഓക്കെ, നമ്മളെ കോഡ് ഇതുവരെ ചെയ്ത ലോജിക്കൽ കോഡ്സ് ഒക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ.